ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇൻട്രോ എടുക്കണം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ മറന്നുപോയി എടുക്കാൻ. ഞാൻ ഒരു ഇൻട്രോ ഇല്ലാത്തൊരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ഇട്ട് എൻ്റെ മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ വിഷു വ്ളോഗിൻ്റെ. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്ത് ഇൻട്രോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ടും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ടും ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു സെൽഫ് പാമ്പറിങ് ഡേ ആണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു സെൽഫ് പാമ്പറിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ വീഡിയോ എടുക്കാറില്ല, ഇന്ന് അങ്ങ് വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നൊരു മഴ ദിവസമാണെന്നൊക്കെയാണ് നമ്മുടെ വെതർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്. പക്ഷേ ഇതേ മഴയൊന്നുമില്ല, നല്ല അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ഞാൻ എങ്ങടൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടീസ്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന്. എന്തിനാ ഒറ്റയ്ക്ക് പോകണം, എന്തായാലും ഒറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങളെയും കൂടി അങ്ങ് കൊണ്ടുപോകാമെന്ന് ഓർത്തു. അതെങ്ങനെ അടിപൊളിയല്ലേ? അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അത് റെഡി ആയിട്ട് ഇത് നല്ല അടിപൊളി ഒരു ടോപ്പ് ഒരു സ്കേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എനിക്ക് ആരും വീഡിയോ എടുത്ത് തരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു തരാം. എവിടെയെങ്കിലും വല്ല മിററൊക്കെ കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിതിവിടെ സൂപ്പറായിരിക്കണു. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് മാസങ്ങളാണ്. അതിനൊരു ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ, പോവാം. അപ്പം ഇതേ ഞാനൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങി വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇങ്ങനൊരു സ്കേർട്ടും ഈ ഒരു ടോപ്പുമാണ് എൻ്റെ ഡ്രസ്സ്. കാണുന്നില്ല അല്ലേ? നോക്കട്ടെ, ഇപ്പം കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നൊരു ചെറിയ എൻ്റെ കൂടെയുള്ളൊരു യാത്രയായിരിക്കും നിങ്ങൾക്ക്. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ജിതിനില്ല. ജിതിൻ ഓഫീസിൽ പോയിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ഓഫാണ്. നല്ലൊരു വെതർ, അത്യാവശ്യം ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇടയ്ക്ക് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നല്ല സ്കൈയും പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. രാത്രി ആകുമ്പോഴേക്കും തണുപ്പ് വരും, പക്ഷെ അപ്പോഴേക്കും വീട്ടിലേക്ക് വരാമെന്നുള്ളൊരു പ്ലാനാണ്. ജാക്കറ്റൊന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്തൊക്കെയാണ് വേറെ? എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനങ്ങ് ഈ ക്യാമറ ഓണാക്കുമ്പോൾ അങ്ങ് വിട്ടുപോവുക കാര്യങ്ങൾ. അത്യാവശ്യം ഒന്ന് കാറ്റുണ്ട് തോന്നുന്നു കേട്ടോ, നല്ലൊരു കാറ്റൊക്കെ ഉള്ളൊരു ദിവസം. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഇപ്പോൾ പറയണ്ടല്ലോ. ആടുന്നു ഇത്. എവിടെ പോകുന്നതെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല, ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴിയെ കാണാം എന്തൊക്കെ എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, നല്ല വെയിൽ. ഞാൻ അകത്ത് കയറട്ടെ, കുറച്ച് ഞാൻ ഇറങ്ങും. ഇപ്പോൾ ഇവിടെ സമയം 12 മണി. ഞാനൊരു 12 മണി കഴിഞ്ഞാൽ ഒരു 12:05, 10 ആകുമ്പോഴേക്കും ഇറങ്ങാമെന്ന് ഓർക്കുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ ജിതിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് ഒരുമിച്ച് വരാമെന്നുള്ളതാണ്. നല്ല രസമുണ്ട് ഇന്നത്തെ സ്കൈ ഒക്കെ കാണാൻ. ഞാൻ കാണിച്ചു തരാം. കണ്ടു, ഇതാണ് ഇന്നത്തെ വെതർ. നല്ല രസമുള്ള സ്കൈ. എത്രത്തോളം നിങ്ങൾക്ക് ആ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫോണിൽ കാണുന്നേക്കാട്ടിലും ഭംഗിയാണ് നമുക്ക് നേരിട്ട്. കണ്ടോ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അവിടുന്ന് അവിടേക്കൊക്കെ കുറേ വീടുകളാണ്. ഇവിടെയൊക്കെ വീടുകളാണ്. അങ്ങനെ അപ്പോൾ എന്താ നല്ല വെതറാണ്. എനിക്ക് റൂമിനകത്ത് ഇരുന്നപ്പോൾ ഒരു ചൂട്, നമുക്ക് ആ വെയിൽ കാരണം റൂമിനകത്ത് കുറച്ച് ചൂടുണ്ട്. പക്ഷെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ കാറ്റും ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട്, പക്ഷെ എന്നാൽ ഒരു വെയിലും ഉണ്ട്. നല്ല രസം. ഇന്നത്തെ എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? ഗ്ലോ ചെയ്യുന്നില്ല ഞാൻ? ഹലോ, നമ്മളപ്പോൾ അതേ നമ്മുടെ സ്ഥിരം സ്ഥലത്തെത്തി. ആൾക്കാർ വിചാരിക്കും ഞാനെന്തോ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്. വേറെ എവിടെയല്ല, മനാവബയിലെത്തിയിട്ടുണ്ട്. അപ്പം അതേ നമ്മളിത് മനാവബയിലെത്തി. ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മിക്കതും തിരക്ക് കുറവായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്ന് മഴ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു മഴ പെയ്യും തോന്നുന്നു, കാരണം നല്ല കാറ്റ് വരുന്നുണ്ട്, കുറച്ച് കാർമേഘമൊക്കെ ഉണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇപ്പോൾ ഇതേ ഒരു 12:20 നമുക്കപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് മനാവബി പോയിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഒരു എൻട്രൻസ്. ഇതിന് 2-3 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇത് എൻട്രൻസ് കയറി ചെന്ന് കഴിഞ്ഞാൽ അയ്യോ തുറന്നിട്ടില്ലേ, ആരുമില്ല. അങ്ങനെ ഒരു ശാന്തത മൊത്തത്തിൽ. ഞാൻ ഓർക്കുന്നു എന്താ ഒരു സൗണ്ട് വെച്ചും ബഹളമൊന്നും ഇല്ലാത്തതെന്ന്.
അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഫസ്റ്റ് ഈ എൻട്രൻസ് കയറി കഴിഞ്ഞാൽ ഈ ഒരു കോച്ചിൻ്റെയും പിന്നെ ഒരു മൈക്കിൾ കോർസിൻ്റെ ഒക്കെ ഒരു ഷോപ്സാണ്. ഇന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മനാവ് ബേ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഔട്ട്ലെറ്റ് ഷോപ്പാണ്. സോ ഇവിടെ ഒരുവിധം കുറേ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ് ഷോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് സെയിലിന് കിട്ടും. പക്ഷേ പഴയ കുറച്ച് ലാസ്റ്റ് ഇയർ സാധനങ്ങൾ അങ്ങനെയൊക്കെ പുതിയ സാധനങ്ങളായിരിക്കില്ല. ബട്ട് സ്റ്റിൽ നല്ല നല്ല മോഡൽസൊക്കെ ഉണ്ടാവും. എനിക്ക് പിന്നെ ഭയങ്കര പുത്തൻ പുതിയ ഈ കൊല്ലം ഇറങ്ങിയ സാധനം തന്നെ അങ്ങനെയൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സും ന്യൂസിലാൻഡിൽ കിട്ടുന്നത് ഇവിടെയാണ് കൂടുതലും. അപ്പോൾ ഇത് ഇവിടെ കാണാം നമുക്ക് ഗസ് ഉണ്ട്, ഗാൻഡ് ഉണ്ട്, ഇത് സറോസ്കി, അങ്ങനെ ഒരുവിധം എല്ലാ ഡ്രസ്സ്, വാച്ച്, ബാഗ്സ്, ഇത് സൺഗ്ലാസ് ഹട്ട് ഉണ്ട്, ഒരുവിധം എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഇവിടെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഓർക്കുന്നത് എനിക്കിപ്പോൾ എൻ്റെ ഒന്നൊരു സെൽഫ് കെയർ ഡേ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് നെയിൽസ് പോയിട്ട് ചെയ്യാം. നെയിൽസ് ചെയ്തിട്ട് ഒരു 1 മന്തായി. അപ്പോൾ ഇതൊന്ന് മാറ്റി പുതിയ നെയിൽസ് ആക്കാം. നമുക്കത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നെയിൽസൊക്കെ ചെയ്യുന്ന ഒരു കടയിലകത്ത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആദ്യം, അപ്പോൾ ഞാൻ 12:30-ക്കാണ് ബുക്ക് ചെയ്തിരിക്കണേ. ഇപ്പോൾ സമയം 12:25 അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട്, എനിക്ക് മടിയുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചെടുക്കുമ്പോൾ. കുഴപ്പമില്ല, ഇതൊക്കെ അല്ലേ രസം. അപ്പോൾ ഞാൻ ആ കട കണ്ടുപിടിക്കട്ടെ. ഇത് വലിയൊരു സ്ഥലമായതുകൊണ്ട് കടയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പോയിട്ട് കട ഞാൻ കണ്ടുപിടിച്ചു, ഏകദേശം അവിടെ എത്തി. അപ്പോൾ നമുക്ക് ആദ്യം കടയിൽ പോയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ കട, ദ ബ്യൂട്ടി ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ട കളറൊക്കെ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്തു. ഇനി അവർ ഇത് അവിടെ പോയിട്ട് നെയിൽ പോളിഷൊക്കെ എടുക്കണം. ഇവിടെ കുറേ ഉണ്ട് ആൾക്കാർ. ഇതുപോലെ കുറച്ച് പാലറ്റ്സ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി അവർക്കൊരു ഡിസൈൻ കാണിച്ചിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു കളറാണ്. എന്തെങ്കിലുമൊക്കെ പുതിയൊരു ഫാഷൻ ട്രെൻഡോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ ഫാഷൻ റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ അന്ന് അറിഞ്ഞിരിക്കുക, അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ജെൽ എക്സ്റ്റൻഷനും ജെൽ നെയിൽ പോളിഷൊക്കെ ചെയ്യാൻ ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ചിരുന്നു. വലിയ കാര്യമായിട്ടല്ല, എന്നാലും ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് നമ്മളൊന്നും അറിയാതെ ഇതൊക്കെ ഒരാൾ ചെയ്തു തരുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. ഇത് തേച്ചടച്ച് പഴയ നെയിൽസൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതെന്താ ചെയ്യണേ നോക്കാം നമുക്ക്. പിന്നെ ഇതൊക്കെ ഒരു അനാവശ്യ ചിലവായി കാണുന്നവരോട് ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷനും അതുപോലെ ഒരു സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ സംഭവം കഴിഞ്ഞു. നമ്മുടെ നെയിൽസ് കണ്ടു, കളിച്ച് കഴിഞ്ഞു. കാണണ്ടേ, ഇതാണ് ഇത്തവണത്തെ നമ്മുടെ നെയിൽസ്. അപ്പോൾ നമ്മുടെ നെയിൽസ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പിന്നെ വേറെ കുറച്ച് സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം, അതിനുശേഷം ബാക്കി പാമ്പറിങ് ആവാം അല്ലേ. കണ്ടോ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഷൂ ഷോപ്പിംഗ് ആവാം. കുറച്ചല്ല, എനിക്കൊരു ഷൂ വാങ്ങണം. അപ്പോൾ അത് ഏതാ വേണ്ടേ നോക്കട്ടെ. കൊള്ളാം, ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഹോക്ക എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ബ്രാൻഡ് ഉണ്ട്. കുറേ പേർക്ക് അറിയുമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇതൊരു ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം സെയിലിന് നമുക്ക് കിട്ടും. ഇത് മെൻസ് സെക്ഷനാണ്, അവിടെ ലേഡീസ് സെക്ഷനുണ്ട്. ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുള്ള കളർ, ഈ ഗ്രീൻ. അപ്പോൾ ഇത് കണ്ടത് റോഡ്, ട്രെയിൽ, ഹൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതിൽ കിട്ടും. ഇത് കുറച്ചുകൂടെ ആക്റ്റീവ് വെയറാണ്. നമുക്ക് ആക്റ്റീവ് സ്പോർട്സ് അല്ലെങ്കിൽ വാക്കിംഗ്, ജിം അതിനൊക്കെ പറ്റിയൊരു ടൈപ്പാണ്. എനിക്ക് കൺഫ്യൂഷനായി അവിടെ കയറിയപ്പോൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോൾ നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ നെയിൽസ് ചെയ്തു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ നെയിൽസ് വെരി നൈസ്. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് വരിക, ഒറ്റയ്ക്ക് ഇതിന് വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ ഇപ്പോൾ വിചാരിക്കും എനിക്ക് പ്രാന്താണ്. കുഴപ്പമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വാങ്ങാൻ തോന്നില്ല, ചിലപ്പോൾ ഒന്നുകൂടെ വീണ്ടും വരേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടൊക്കെ വേണം. അപ്പോൾ എനിക്ക് വേറൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നില്ല.
അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് ഞാൻ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കും. വേറെ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബോറടിക്കും, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ട് കൂടുതലും. നല്ലൊരു അടിപൊളി സംഭവമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോവുക, ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം എന്തെങ്കിലും ഒന്ന് കുടിക്കുകയോ കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യാം, കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോബ വാങ്ങാം, നമ്മുടെ സെയിം. ഇതാണ് ഊച്ച. ഊച്ചയിൽ പോയിട്ട് നമുക്ക് ബോബ ഏതാണല്ലേ നോക്കാം, എന്നിട്ട് നമുക്ക് കറങ്ങി നടക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ബോബ എന്ന് വെച്ചാൽ ഈ ബോബ ബബിൾസും ഇതുപോലത്തെ ബബിൾസും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു മിൽക്ക് ടീ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏതാ വാങ്ങണ്ടേ? തിരമസു മിൽക്ക് ടീയോ? കൊള്ളാലോ, ഞാൻ നോക്കട്ടെ, ഞാൻ ഏതാ വാങ്ങണേ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാനൊരു ബിസ്കോഫ് പേൾ മിൽക്ക് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവർ ഈ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഇത് മേടിച്ചോണ്ട് നിൽക്കാൻ, ഇത് കത്തെന്ന് നോക്കിയിട്ട്. ഈ നമ്മുടെ മിൽക്ക് ടീ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബിസ്കോഫ് പേൾ മിൽക്ക് ടീ. ഞാൻ എന്തുകൊണ്ട് അധികം ദൂരെ പിടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരെങ്കിലും മുഖമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് കുടിച്ച് നോക്കാം നമുക്ക്. നല്ല രസമുണ്ട്, തൊണ്ടയ്ക്ക് ഒരു ചത്തേനെ നല്ല രസമുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ലൊരു റിഫ്രഷിങ്. കണ്ണതൊക്കെ വെള്ളം വന്നു. എനിക്ക് വിശന്നു എവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യായിരുന്നു. ഇരുന്ന് വേര് മുളച്ച് വിശന്ന് പട്ടിയായി. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് കുടിച്ച് ഞാൻ ആലോചിച്ചു എന്തൊക്കെയാണ് വേണ്ടേ. അപ്പം അങ്ങനെയായി. ഞാൻ കണ്ടതൊന്നും അങ്ങനെ വാങ്ങില്ല. അപ്പോൾ കുറച്ച് ഇരുന്ന് ആലോചിക്കും, എന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. അപ്പം ഞാനിപ്പോൾ പൊക്കെ പോയല്ലോ, ഇനി എനിക്ക് ന്യൂ ബാലൻസിൽ കൂടി ഒന്ന് പോയി നോക്കണം അവിടെ വല്ലതും കിട്ടുന്നുണ്ടോയെന്ന്. നമുക്കൊരു ഇവിടെ ഷൂ നോക്കാൻ കുറേ കടകളുണ്ട്. ഇത് സ്കെച്ചേഴ്സ് ഉണ്ട്, പിന്നെ പ്ലേറ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റി പ്ലസ്സിൽ കുറച്ച് എല്ലാ ബ്രാൻഡ്സിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് അവിടെ കയറി നോക്കട്ടെ. അപ്പോൾ ഈ ഷൂ എനിക്കല്ല, വേറൊരാൾക്കാണ്. സോ അതാർക്കാണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അത് ഞാൻ ഷൂ കിട്ടും നോക്കട്ടെ. പ്ലേറ്റി പ്ലസ്സിൽ ഞാൻ ഉദ്ദേശിച്ചൊരു മോഡലില്ല. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. കടകൾക്ക് ഒരു ക്ഷാമവും ഇല്ല, ഫുൾ കടകളാണ്. ഇതിൽ കയറിയാൽ മതി, നമ്മൾ തീരുമാനിച്ചാൽ മതി. ഒരു പ്രശ്നമുള്ളൂ, കടകൾ കണ്ടുപിടിക്കാൻ ഇങ്ങനെ നടക്കണം, അല്ലെ ഇതിൻ്റെ മാപ്പ് വല്ലതും കിട്ടണം. എന്തായാലും ഇപ്പം ഞാൻ ന്യൂ ബാലൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കയറാം. ഇനി ഇവിടുന്ന് കയറി ഇവിടുന്ന് എങ്ങാനും ഇറങ്ങി പിന്നെ വീണ്ടും കട കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെ അണ്ടർ ആർമർ ഉണ്ട്, ന്യൂ ബാലൻസ് ഉണ്ട്, ഹഫേഴ്സ് ഉണ്ട്, ബർക്കിൻ സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ഇത് പ്യൂമി ഉണ്ട്. നമുക്ക് ന്യൂ ബാലൻസിൽ കയറി വെക്കാതെ. എന്നായിരുന്നു ഞാൻ ഒരു ഷൂ വാങ്ങിച്ചു എൽഡിയുടെ. എന്ത് ഷൂ ആയതാന്നൊക്കെ പിന്നീട് കാണിച്ചു തരാൻ. ഞാൻ അകത്ത് കയറി അധികം വീഡിയോ എടുത്തില്ല, കാരണം കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ചമ്മൽ. ഇനി നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കാം. എനിക്കൊരു ബർക്കിൻ സ്റ്റോക്കിൻ്റെ ഒരു ചെരുപ്പ് നോക്കണമെന്നുണ്ടായിരുന്നു, കാരണം എൻ്റെ ഈ ചെരുപ്പ് ഒരു 3 years എന്തോ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർക്കിൻ സ്റ്റോക്ക്, ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ അത് തന്നെ ഇടുള്ളൂ, ഇട്ട് ഇതിൻ്റെ ഒരു പണി തീർന്നു. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ഇവിടെ കുറേ ക്ലിയറൻസിൽ കിടക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എൻ്റെ സൈസിന്. സൈസില്ല. ഇതാണ് ഔട്ട്ലെറ്റ് സ്റ്റോറിൽ വന്നുള്ള പ്രശ്നം. ചിലപ്പോൾ നമ്മുടെ സൈസിൽ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ കിട്ടണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത്, ബിക്കോസ് നമ്മൾ അത്രയും ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കാരണം ഇവർ ഈ റീറ്റെയിൽ പ്രൈസ് ഇടുന്നതിൻ്റെ പകുതിക്കൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. സോ ഇറ്റ്സ് വർത്ത് സംടൈംസ്. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഫുൾ ഓൺ ഷോപ്പിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചെറിയൊരു സെൽഫ് പാമ്പറിംഗ് ഒക്കെ ആയതുകൊണ്ട് നെയിൽസ് ചെയ്തു. എനിക്കിനി ഒരു മസാജിന് പോകണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊരു ഇതൊക്കെ കഴിയാറാകുമ്പോൾ ഒരു മസാജിന് പോവാം. ഇവിടെ കുറേ പുതിയ ഷോപ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഷേവർ ഷോപ്പൊക്കെ പുതിയതാണ് തോന്നണം. നമുക്കൊന്ന് സ്കേറ്റ് സ്പേഡിൽ കയറാം. എനിക്ക് കുറച്ച് ബാഗ്സ് നോക്കാണ്ട്, എന്നിട്ട് നോക്കി നോക്കാം. അപ്പം ഞാൻ കേറ്റ് സ്പേഡിൽ നിന്ന് ഇറങ്ങി കോച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കോച്ചും കൂടി ഒന്ന് നോക്കി നോക്കാം. ഇതും എനിക്ക് ഓൾറെഡി കോച്ചുണ്ട്, പക്ഷെ എനിക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതെങ്ങനെയുണ്ട്? വേറെ ആർക്കോ ബാഗ് വാങ്ങാൻ വന്നിട്ട് അവസാനം എനിക്ക് ബാഗ് വാങ്ങും തോന്നണം. ഇതാണ് കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വാങ്ങും എനിക്ക് വേണ്ടിയിട്ട്. വാങ്ങിപ്പോയി ഞാൻ. ഇനി മതി കട നിർത്തി. ഇനി ഞാൻ പോയിട്ട് ഒന്ന് മസാജ് ചെയ്യാം. ഇതാണ് നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്ന കട. ഇക്കിഗായ് മസാജ് എന്ന് പറഞ്ഞിട്ട് മനാബയിലുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ എനിക്കൊരു കാലിന് എന്തെങ്കിലും ഒരു മസാജാണ് വേണ്ടത്. നോക്കാം നമുക്ക് എന്താ ഉള്ളതെന്ന്. മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഒരു 2 months കൂടിയെങ്കിലും ഞാനൊരു മസാജ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാനൊരു ഫീറ്റ്, ഷോൾഡർ, അതുപോലെ തന്നെ നെക്ക്, ഈ 3 മസാജും കൂടിയിട്ടുള്ളൊരു മസാജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ ചെന്ന ഉടനെ ഇതുപോലൊരു വോം വാട്ടറിൽ കാലുമുക്കി ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു മസാജൊക്കെ തന്നു ഷോൾഡറിന്. ഒപ്പം ഇത് അവിടെ ടൈമറും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇവരെങ്ങനെയാണ് ഈ കറക്റ്റ് ടൈം വെച്ചിട്ടൊക്കെ എങ്ങനെ മസാജ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ അവർ ടൈമർ വെക്കാറുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നല്ല അടിപൊളി മസാജായിരുന്നു. ഇപ്പോൾ ഈ ഫീറ്റ് സോക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ജസ്റ്റ് ഒന്ന് ഷോൾഡറിനും നെക്കിനും ചെറുതായിട്ടൊരു മസാജ് തന്നിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളെക്കാ മൂത്തവർ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ വന്ന് പിടിക്കുമ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായി അത് അവരുടെ ഒരു ജോബാണ്. അവർ അത് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നണ്ട എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മളിത് ഈ റൂമിനകത്താണ് മസാജ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ലക്ഷറായി തോന്നുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു മസാജൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊന്നും ലക്ഷറി അല്ല, ഇതൊക്കെ നമ്മുടെ ഒരു നെസസിറ്റി ആയിട്ട് കാണണം. കാരണം നമ്മളെ തന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മളെ തന്നെ നന്നായിട്ട് ഫിസിക്കലി മെൻ്റലി ഒക്കെ നോക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മസാജും അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ തെറാപ്പീസും അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് തെറാപ്പീസ് ആണെങ്കിൽ കൂടി അതൊക്കെ നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അധികം വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ നിന്നില്ല, കാരണം ഞാനിത് എൻജോയ് ചെയ്ത് അങ്ങ് കിടന്നു. പിന്നെ ഇനി അധികം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് സെൻസർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോസ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി. മൊത്തത്തിലൊന്ന് റിലാക്സായി. ഇനി ഒന്ന് വാഷ്റൂം പോട്ടെ. എനിക്ക് വാഷ്റൂം അടിപൊളി വാഷ്റൂം, നല്ല അടിപൊളി വാഷ്റൂം. ഞാനപ്പോൾ കുറേ ഷോപ്പിംഗ് എനിക്ക് വേണ്ടിയിട്ടും വേറെ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തതുകൊണ്ട് പാവം ജിതിനെന്തെങ്കിലും വാങ്ങണ്ടേ, പാവല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി ജിതിന് വേണ്ടി എന്തെങ്കിലും വാങ്ങും, കാരണം ജിതിൻ ഭയങ്കര സെലക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജിതിന് നോക്കി കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ എടുക്കണം. അതുകൊണ്ട് എനിക്ക് ടെൻഷനാണ് ജിതിന് എന്തെങ്കിലും ഒറ്റയ്ക്ക് വാങ്ങുക. എന്തായാലും ഞാൻ നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ അത്. എനിക്ക് ജിതിന് ഇങ്ങനത്തെ സൈഡ് ബാഗ് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ട്. കുറച്ച് നല്ല സൈഡ് ബാഗ്സ് ഉണ്ട് ഇവിടെ, പക്ഷെ എനിക്ക് ടോമിയുടെ അല്ലാതെ വേറെ വല്ല എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണമെന്ന്. അപ്പം നമ്മൾ കാൽവിൻ ക്ലൈനിലും ടോമിയിലും നോക്കി. അത് രണ്ടും എനിക്ക് ഏകദേശം സെയിം മോഡലാണ്, പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ കൂടി നോക്കേ. ദാരി വന്നിക്കണേ. അപ്പം എനിക്ക് ജിതിനുള്ള സാധനം വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജിതിനെ വിളിച്ചു വരുത്തി. ജിതിൻ തന്നെ നോക്കി എടുത്തോട്ടെ അല്ലേ. എന്തോ ഒരു സന്തോഷമില്ലാണ്ട് പറയണ. എങ്ങനെയുണ്ട് കളർ? അല്ല, ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യണ വിലയില്. ഞങ്ങൾ ജിതിന് എനിക്കൊരു ബാഗ് വാങ്ങിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടോമിയിൽ വന്നിട്ട് മറ്റു സിനിമ പോലെ ടോമിയുടെ വീട്ടിലല്ല, ടോമി ഹിൽഫിക്കറിൻ്റെ ഇതിൽ വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കാം, ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കാം. ഇഷ്ടമായോ? അതോ വേറെ കളർ വേണം? ഇത് ഫസ്റ്റ് വില നോക്കുക, ബാഗല്ല നോക്കണം, വില നോക്കണേ. ഇഷ്ടമാണ് നോക്ക്. ഒരു അത് വലുതാക്ക്, താഴേക്ക് എടുക്കണം. അത് വലുതാക്കിയിട്ടല്ലേ ഇടണ്ടേ. കളിക്കുക നിന്നിട്ട്. അങ്ങനെ വലിക്കല്ല, അത് ലൂസാക്ക.
ഓ മൈ ഗോഡ്. മമ്മിയുടെ ജിതിന് വേണ്ട, ജിതിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഞങ്ങള് വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ക്യാമറ ഓണാക്കിയപ്പോൾ ജിതിന് ഭയങ്കര ഡിസ്റ്റന്റ്. ഇത്ര നേരം അലമ്പ് പറഞ്ഞ് നടക്കുമായിരുന്നു. ജിതിന് ബാഗ് വേണ്ട, ജിതിന് കൗബോയ് ബൂട്ട്സ് വേണം അല്ലേ? ആ പറ. എനിക്കറിയില്ല അതെവിടെ പോയിട്ടിടാനാണ്. ഷൂ വേണം, ഇതൊക്കെയാണ്. ആ വീട്ടിലെ പെർഫ്യൂം കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും പുതിയത് ബാഗ് ഇതിനധികം ഇല്ല, അപ്പൊ ഞാൻ അടുത്ത് ബാഗ് നോക്കാം. ബാഗ് വേണ്ട, ഷൂ വേണ്ട. കുപ്പായം പറ്റില്ല, ഞാൻ കുപ്പായം വാങ്ങിയിട്ടില്ല, കുറെ കുപ്പായം ഉണ്ട്. ഷൂ വേണമെങ്കിൽ നോക്കിക്കോ. ആ ഷൂ ഒരെണ്ണത്തിൽ കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഞാൻ വാങ്ങാത്തതെന്ന്. ഇതാണ് പ്രശ്നം. ഇത് ഞാൻ വാങ്ങിക്കൊണ്ടുപോയി അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ പറയുന്നത് ഭയങ്കര വിഷമാണ്. അപ്പൊ എന്താ, സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചോട്ടെ അല്ലേ? ഫിറ്റ് ആണെങ്കിൽ എടുക്കണ്ട കേട്ടോ. പിന്നെ നീ അത് ഫിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എടുക്കാം. ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. ബുദ്ധിമുട്ടാണെങ്കിൽ എടുക്കരുത്. ഇപ്പൊ നമ്മളിത് നമ്മുടെ സ്ഥിരം കടയിൽ കൊക്കഡാറ്റ് ചിക്കനിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞോ? ഇത്രയുള്ളൂ താങ്ക് യു പറഞ്ഞു. നല്ല രസമല്ലോ ടീഷർട്ട്. നമ്മുടെ സാധനം ആ സാധനം അടിച്ചു. ജിതിൻ പോയിട്ട് നമ്മളിപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ജിതിൻ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരും. ഇനി ഐ മീൻ എടുത്തിട്ട് വരും. വരുന്നു അവിടെ നിന്ന്. എന്താ മറന്നു അങ്ങനെ പോയല്ലോ. ഇതാണ് കൊക്കഡാക്ക്. ഇതെന്താ കുറച്ചുകൂടെ റെഡ് കളറിലല്ലേ? നമ്മള് സ്പൈസി അല്ലല്ലോ പറഞ്ഞത്. എന്താ അതിനുണ്ട്? ടൊർണാഡോ പൊട്ടറ്റോ. ചൂട് 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 ചൂട്. ആക്രമണം പാടില്ല എന്ന് ഇതാ പറയണേ. കൊള്ളാമോ? ഇതില് കുറച്ച് മുക്കിക്കോ. സ്പൈസിയാണ്, മധുരമാണോ? ഇത് ഏതാ ഫ്ലേവർ? ഹണി സോയ. ചൂടുണ്ടാവും, കുറച്ചേരം ഇരുന്നോ. ചില്ലി സോയ. കുഴപ്പമില്ല, പറഞ്ഞാലൊരു മധുരമാണ്. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ ഇത് വേണ്ട. കഴിച്ചിട്ട് കാണാൻ. നല്ല നട്ടുച്ചയ്ക്ക് കയറി ചെന്നിട്ട് പരപരാ ഇരുട്ടിയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും ഇന്നത്തെ സെൽഫ് പാമ്പറിങ്ങും ഒക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ 6:30 12:30 എന്തോ എത്തിയതാ. ഇവിടെ അങ്ങോട്ട് സ്ഥിരതാമസാക്കിക്കോ പറഞ്ഞു അവർ കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ. എന്തായാലും അപ്പോൾ ഇന്നത്തെ പാമ്പറിങ് സെഷൻ അടിപൊളിയായിരുന്നു. മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടി മൊത്തത്തിൽ. അപ്പോൾ പോക്കറ്റിനും പേഴ്സിനും മാത്രം ഒരു ഉന്മേഷമില്ല, ഉള്ള ഉന്മേഷമൊക്കെ പോയി. എന്തായാലും എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എന്തായാലും
അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ, സീ യു.